എനിക്ക് എന്നെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ഒരു സമയമായിരുന്നു ഒരു 3-4 വർഷം. ശരിക്കും ആദ്യമൊക്കെ ഞാൻ അമ്മയൊരു ഒത്തിരി ദേഷ്യക്കാരിയായിരുന്നു, ഞാനും അതിലും ദേഷ്യക്കാരിയായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ അത് പതുക്കെ ശരിക്കും അത് ഉൾക്കൊണ്ട് എനിക്ക് ലാസ്റ്റ് ഒരു അമ്മയുടെ മരണസമയമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച് ശുശ്രൂഷിക്കാനുള്ള ഒരു തമ്പുരാന്റെ വലിയ കൃപ കിട്ടി. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് പറയാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ കറക്റ്റായിട്ട് ചെറിയതായിട്ട് കിട്ടിയില്ല, പക്ഷെ പറയാൻ പറ്റി. പിന്നെ കുരിശിന്റെ വഴിയിൽ 14 സ്ഥലവും മുട്ടുകുത്തി പോയിരുന്നു. വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കുമായിരുന്നു. അങ്ങനെ മാതാവിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഓരോ വർഷവും പോയി. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീട് കിട്ടുന്നതും. അങ്ങനെ എല്ലാ കാര്യങ്ങളും 2 പ്രാവശ്യം ഞങ്ങൾ വീട് കൊടുക്കാനായിട്ട് സാമ്പത്തികമായി ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ പലിശയ്ക്ക് വാങ്ങി, കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങി, സ്ഥലം വാങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ജീവിതം തുടങ്ങിയത് തന്നെ. ഓരോ പ്രാവശ്യവും മാതാവിൻ്റെ അടുത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കുമായിരുന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീടാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥ ഞാനും അനുഭവമൊക്കെ തന്നെയാണ്. കുരിശിൻ്റെ വഴിയിലും 14 സ്ഥലം ഇതുപോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് മുട്ടുകുത്തി തന്നെ പോകാൻ പറ്റി. അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 7 വചനവും പഠിച്ച് പറയാനൊക്കെ പറ്റി. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ജപമാലയുടെ ആയാലും എനിക്ക് നല്ലോണം സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും നല്ല ഒരു അനുഗ്രഹം കിട്ടി. അതിന് ഞാൻ ദൈവത്തെ ബോധപ്പെടുന്നു. പിന്നെ ഫുഡൊക്കെ നല്ലതായിരുന്നു. എൻ്റെ പേര് ജോയി എന്നാണ് വിളിക്കുന്നത്. റിക്കാർഡിലൊക്കെ ജോസഫ് എന്നാണ്. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നിട്ട് വീടുകളിലുള്ള കൂട്ടായ്മയിൽ 4 പ്രാവശ്യം സംബന്ധിച്ചിട്ടുള്ളൂ. വേളാങ്കണ്ണിക്ക് വരുന്ന ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഈ വേളാങ്കണ്ണിക്ക് വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് കടലിൽ വെച്ചൊരു അപകടം ഉണ്ടായിട്ട് അരയോളം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മാതാവ് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ ആ തിരയിൽ ഒന്ന് പൊങ്ങി പിന്നെ താന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ മുകളിൽ വെള്ളം നിൽക്കുകയാണ്. എനിക്ക് ഒന്നും മേലാത്തൊരവസ്ഥ. ലാസ്റ്റ് മാതാവിനെ വിളിച്ചു. മാതാവിനെ മനസ്സിലോർത്തു. 5-6 കവള് വെള്ളം കുടിച്ചു. ആരോടും ഞാൻ പറഞ്ഞില്ല. ഏതായാലും അരയ്ക്കാകുന്നിടം വരെ ഞാൻ ശരിക്ക് കഷ്ടപ്പെട്ടു. മാതാവിനെ മനസ്സിലോർത്തുകൊണ്ട് കരയ്ക്ക് കയറി. ഏതായാലും അത് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ഈ കൂട്ടായ്മയിൽ തുടർന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കഴിയുന്നോളം സമയം സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. സ്വന്തമായി വീടില്ല. എന്നാലും എല്ലാ പ്രാവശ്യവും ആട്ടപ്പാട്ട് ഇവിടെ വേളാങ്കണ്ണിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുരിശിൻ്റെ വഴിയിൽ മുട്ട നീന്തുമെന്ന് ഓർത്തതല്ല. കുറച്ചു നേരം മുട്ട നിൽക്കുമ്പോൾ കാലും മസിൽ കയറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എന്നാലും കുരിശിൻ്റെ വഴിക്ക് പോയി 14 സ്ഥലം വരെ മുട്ട നീന്തി അപ്പുറത്തോട്ട് കയ്യിൽ വിരിച്ചെടുത്തുനിന്ന് കുറച്ചിട പോകാൻ പറ്റും. പിന്നെ അങ്ങേറ്റത്ത് എന്നിട്ട് കുറച്ചിട നീന്തി എത്തി. കാലം കോളത്തേക്ക് ഇരിക്കുകയാണ്. സാരമില്ല, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഇത് മുന്നോട്ട് പോകണമെന്ന്. പിന്നെ എനിക്ക് ഏറ്റവും നല്ലൊരു അനുഭവമാണ് വേളാങ്കണ്ണിക്ക് പോകാൻ തുടങ്ങിയത്. ഇത് ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അടുത്ത് വന്ന 16 മുതലാണ്. അട്ടപ്പാടിക്ക് മുതൽ എല്ലാ മാസവും അട്ടപ്പാടിക്ക് പോകാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് 14 സ്ഥലമൊക്കെ മുട്ടുകുത്താൻ പറ്റി. എല്ലാവരോടും പങ്കെടുക്കാൻ പറ്റി. പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ളത്, ഞാൻ വന്ന സമയത്ത് നിയോഗം പറഞ്ഞില്ലായിരുന്നു. ഞാൻ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഈ യാത്രയ്ക്ക് വന്നത്. അപ്പോൾ നീറ്റ് കഴിഞ്ഞ് എനിക്ക് 645 മാർക്കുണ്ട്, പക്ഷേ റാങ്കില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ ഉദ്ദേശിച്ച അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ ഇനി എന്ത് തീരുമാനിക്കാമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു വന്നത്. എന്തായാലും മാതാവ് സഹായിച്ച്, ദൈവം സഹായിച്ച് ഒരു തീരുമാനത്തിൽ വന്നാൽ പറ്റിയിട്ടുണ്ട്. ഞാൻ എന്തായാലും പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് മാതാവിനെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അവൻ ഇസ്രയേലിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെ വെച്ചെൻ്റെ അതിരുകൾ സ്ഥിരമാക്കണമേ, അങ്ങയുടെ കാര്യം എന്നോട് കൂടിയായിരിക്കും, വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബ്രദറോട് നിന്നിങ്ങനെ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ഈ യാത്രയുടെയൊക്കെ തുടക്കത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ ബാക്കിലിരുന്ന് ഇങ്ങനെ കേൾക്കുമായിരുന്നു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം
ഞാൻ ഈ വചനം ഇങ്ങനെ എനിക്ക് കിട്ടുകയും ഞാനിതിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ ബൈബിളിലെ നമ്പർ 1 വചനങ്ങളിൽ ഒന്നാണ് ഈ വചനം. നിന്റെ തലവര മാറ്റാൻ ഇതിന് കഴിവുണ്ടടാ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞതാണ്. ഒരുപാട് വ്യക്തികൾ ഇത് കേട്ടുകൊണ്ട് പോവുകയും ചെയ്തതാണ്. അന്ന് പ്രാർത്ഥിക്കാനോ അത് തുറന്നു നോക്കാനോ ബൈബിൾ തുറന്നു നോക്കാനോ സമയമുണ്ടായിരുന്നില്ല. എപ്പോഴും ബൈബിൾ തുറന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ അടയ്ക്കുന്നു. അതുപോലെ ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വചനങ്ങളും ഇവിടെ വന്നിട്ട് പലരും പറയുന്നുണ്ട് എനിക്ക് 1.5 കോടി രൂപയുടെ ബാധ്യതയുണ്ട്, 10 ലക്ഷം രൂപയുടെ ഒക്കെ ബാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന പല ദൈവമക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രദർമാർ ചോദിക്കുക എവിടെയാണ് ഇത് കിടക്കുന്നത്, വചനം എവിടെയാണ് അത് ചോദിക്കാൻ ഭയങ്കര മടിയാണ്. നാണാണോ എന്താണോ എനിക്കറിയില്ല. ഹഗ്ഗായിയുടെ പുസ്തകത്തിലുണ്ട് 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട് ബാധ്യത ഉള്ളവർക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അത് ഈ 500 രൂപ 1000 രൂപ 1 ലക്ഷം രൂപ വായിച്ചുള്ളവർക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമല്ല. അത് ഇരുതല വാളിന് മൂർച്ചയുള്ള വചനം. ബ്രദർമാരോട് ചോദിക്കുക അത് ഏതാണ്, ഏത് ഭാഗമാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള വചനം ഏതാണ്. മക്കൾ 4 കാലിൽ ആടി വീട്ടിലേക്ക് വരുമ്പോൾ തന്തേനും തള്ളേനും പിടിച്ച് കാലി പിടിച്ച് അടിക്കുന്ന മക്കളുണ്ട്. ചോദിക്കുക. മയക്കുമരുന്നിന് അടിമപ്പെട്ട് വരുന്ന മക്കള് ചോദിക്കുക ഏതാണ് വചനം. മാർക്കോസിന്റെ സുവിശേഷത്തിൽ കിടപ്പുണ്ട്, 9-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. മനപ്പാടമാ. അതങ്ങനെ എനിക്കൊന്നും അതങ്ങനെ പൈസ കൊണ്ട് പറയാൻ പറ്റില്ല. അതൊക്കെ ബ്രദർമാർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ അത് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ അത് പാഠം പഠിച്ചു വെച്ച് ഒരു അത് മൊത്തം അങ്ങോട്ട് ചൊല്ലണം. ഒരു വചനം മാത്രമല്ല, 2 വരി മാത്രമല്ല, അത് മൊത്തം അങ്ങോട്ട് ചൊല്ലണം. അത് 1 തവണ 2 തവണയല്ല ആവർത്തിച്ച ചൊല്ലുന്നത്. 24 തവണ ചൊല്ലുന്നതായിരുന്നു എൻ്റെ ജീവിത പങ്കാളി ആദ്യം ബ്രദർ പറഞ്ഞു കൊടുത്തതാ. 24 പ്രാവശ്യം അത് ചൊല്ലുമ്പോഴേക്കും ഒരുവിധപ്പെട്ടവർ അവിടെ വീഴും. അത്രയും ശക്തിയേറിയ വചനമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ബൈബിളിലുണ്ട്. അത് നമുക്ക് എടുക്കാനും പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉള്ളിൽ കിട്ടിയ അന്നു മുതലാണ് ഈ പറഞ്ഞ വചനത്തിൽ പറയുന്ന പോലെ ജീവിതത്തിൽ സന്തോഷിക്കുവാനും സന്തോഷം, ലോകത്തിന്റെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ലോകം തരുന്ന സന്തോഷത്തിലായിരുന്നു അത്രയും വർഷം. എന്നുവെച്ചാൽ 9 വർഷം മുമ്പ് വരെ പങ്കാളി പറഞ്ഞ പോലെ ഒരു 33 വർഷത്തോളം നിലയ്ക്കാതെ മദ്യപിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. വലിയ ആൾക്കാർ തല്ലി വന്നത്. അങ്ങനെ മദ്യപിച്ചിരുന്ന ഞാൻ ഈ യാത്രയുടെ വചനക്കൂടാരത്തിൽ പ്രവേശിച്ച് മാതാവിൻ്റെ സന്നിധിയിൽ വന്നു. അന്നൊക്കെ എനിക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രദേശത്ത് പ്രാർത്ഥന എടുക്കുമായിരുന്നു. പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ അലർജി ആണെങ്കിലും ഇന്ന് നമ്മൾ കൊന്ത നടത്തി, ജപമാല പ്രദർശനം നടത്തി. അന്ന് ഇതുപോലെ കുറേ ദിവസം യാത്രയിൽ വന്നു, സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ താല്പര്യമുണ്ടെന്ന് നിയോഗം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ആ സമയം മുതൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നിട്ട് സിഗരറ്റ് വലിക്കാൻ നോക്കി, കഴിയുന്നില്ല. കടയിൽ പോയി മേടിക്കും, ഒരു വലി വലിക്കാതെ കാട്ടി കളയേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ജപമാല തുടങ്ങി. ജപമാലയുടെ പീഡാസഹനങ്ങൾ ചൊല്ലി തുടങ്ങി. കർത്താവ് രക്തമുയർത്ത് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ ജോയ് ബ്രദർ പറഞ്ഞു, മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് കയറി മുട്ടുകുത്താൻ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ആ യാത്രയിൽ ഞാൻ മുട്ടുമേലറിഞ്ഞത്. അന്ന് ആ മുട്ടുമേലറിഞ്ഞ ആ ഒരു അനുഭവവും തീക്ഷ്ണതയും പിന്നെ 9 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. പിന്നെ കിട്ടിയത് ഇന്നലത്തെ പുരുഷൻ്റെ വഴിയിലാണ്. അന്നത്തെ മുട്ടുമേലഴിഞ്ഞ് 14 സ്ഥലം വരെ വന്നു. അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ മുട്ട് ഒരു തുള്ളി പോലും പൊട്ടിയില്ല. അതാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുകയായിരുന്നു. അവിടുന്ന് പീഡാസമാനത്തിൻ്റെ കൊന്തയുടെ തുടങ്ങി മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി. ജോയ് ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടുകുത്താൻ പറഞ്ഞപ്പോൾ പറ്റാന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും മുമ്പ് ഞാൻ വന്ന് മുട്ടുകുത്തി കേട്ടോ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിലേക്ക് എന്തൊക്കെയോ വന്ന് വർഷിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്ന് വിറയ്ക്കാനും വിയർക്കാനും തുടങ്ങി. മഴ പെയ്ത് തോർന്ന പോലെ ശരീരം വിയർക്കുകയും വലിയൊരു ശക്തി എന്നിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതായി അനുഭവപ്പെട്ടു. അന്ന് മുതൽ മക്കളെ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ മദ്യപിക്കുക,
പുകവലിക്കുക, സിനിമയ്ക്ക് പോവുക, ഇതെല്ലാ ശീലങ്ങളും ഉണ്ടായിരുന്നു. ഈ 9 വർഷമായി ഇന്ന് വരെ അങ്ങനെയുള്ളൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാത്ത രീതിയിൽ കർത്താവ് എന്നെ നയിച്ചു. ആ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തി. അതിലൂടെ എൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ടു, എൻ്റെ ദേശം വിശുദ്ധീകരിക്കപ്പെട്ടു, എൻ്റെ ശരീരം വിശുദ്ധമാക്കപ്പെട്ടു. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശരീരം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും. ഇന്ന് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, എന്നാൽ അവനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഏകജാതനം നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചതാണ്. ആ സ്നേഹം വഴി മുട്ടുകുത്തി ഞാൻ പോകാണ്ടിരുന്നിട്ടില്ല. എല്ലാ പ്രാവശ്യം ഞാൻ 7 സ്ഥലം വരെ മുട്ടുകുത്തിയപ്പോഴത്തേക്ക് എൻ്റെ നടു കിടന്ന് മിന്നൽ തുടങ്ങി. ഞാൻ വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് നടക്കാൻ മേലായിരുന്നു. ഒരു സ്ഥലത്ത് ഇരുന്നാൽ പിന്നെ ഒട്ടും നടക്കില്ല. എന്നിട്ട് ഞാനിങ്ങനെ നടക്കണ വഴി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതോണം ഭക്ഷണം കഴിക്കാനാണെങ്കിലും അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഭക്ഷണം ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് സ്റ്റെപ്പ് കയറി പോകണോളൂ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. രാത്രി വന്നിട്ട് ഇതേമോണം 2:45 ഞാൻ ഒരു വേദനയുടെ ഒരു ഗുളിക എടുത്ത് തിന്നു. രാത്രി കിടന്നു തുടങ്ങിയിട്ടില്ല, കിടക്കാൻ മേലായിരുന്നു. എനിക്ക് ഭയങ്കര നടുവിരുന്ന് മിന്നിയിട്ട് കണ്ടായില്ല. ഒരു വിധത്തിൽ രാവിലെ എനിക്ക് കുളിച്ച് രാവിലെ ഇതേമണം പോന്നു. രാവിലത്തെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. ബ്രദർ പറഞ്ഞു, ഫ്രണ്ടിലേക്ക് കയറി നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കണ്ണീരൊഴിക്കുന്നതിന് പ്രാർത്ഥിച്ചു. ആ മിന്നലൊന്ന് മാറി കിട്ടണേന്നായിരുന്നു പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ ഇനി നമുക്ക് തിരികെ വണ്ടിയിലേക്ക് കൊണ്ട് ബാക്കിയുള്ള ശുശ്രൂഷകളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു അന്നേരമൊക്കെ. അതേമോണം കയറി നിന്ന് പ്രാർത്ഥിച്ചു. പിന്നത്തെ സ്ഥലമായപ്പോൾ എനിക്ക് കുറേശ്ശെ ആ മിന്നൽ അങ്ങ് മാറി തുടങ്ങി. ഈ നിമിഷം വരെ എനിക്ക് ആ മിന്നൽ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനോട് യേശുവിനോട് മാതാവിനോടും ഞാൻ നേരം കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. മാതാവേ നന്ദി എന്ന് പറഞ്ഞു. അതേമോണം തന്നെ ഭക്ഷണമൊക്കെ നന്നായിട്ടിരുന്നു. മടിയിലായിരുന്നു അവന് പഠിക്കാൻ, ഭയങ്കര മടിയായിരുന്നു. ഞാൻ എന്നിട്ട് ബ്രദറെ ഇന്ന് വചനം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ ജോയ് ബ്രദറോട് ചോദിച്ചായിരുന്നു, ബ്രദറെ ഞാൻ ബേസിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ ഇന്ന വചനം വെച്ച് പ്രാർത്ഥിക്കരീന്ന് പറഞ്ഞു. അവൻ പ്രാർത്ഥിക്കാൻ മടിയാ. അത് ഇന്നും അതെ. ഇപ്പൊ പപ്പ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയാൽ കൃത്യം ഞങ്ങൾ 8 മണിക്ക് പ്രാർത്ഥന. അതാണ് ഇപ്പൊ എൻ്റെ എന്താ പറയാ പിടിച്ചു നിൽക്കണത് തന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലൂടെയാണ്. 8 മണിയാവുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കും. പപ്പ ഇല്ലെങ്കിൽ ഞാൻ പിള്ളേരോട് പറയും പ്രാർത്ഥിക്കാനിരിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വൈകും. എന്ന് പറഞ്ഞാൽ കമ്പനി കഴിഞ്ഞ് വന്ന് അലക്കൽ വറക്കൽ കറിവയ്ക്കൽ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കൃത്യം 8 മണിക്ക് ആവില്ല. എന്നാലും ഞാൻ പറയും പപ്പ ഇല്ല എന്ന് കരുതി നിങ്ങൾ അലസത കാണിക്കരുത്, പ്രാർത്ഥിക്കാനിരുന്നേ പറ്റൂ എന്ന് പറയും. അത്ര നേരം എൻ്റെ മോൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഒരു 7:45 അല്ല 8-ന് ഒരു 2 മിനിറ്റ് ഉള്ളപ്പോൾ അവൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഗെയിം കളിക്കും, അങ്ങനെ എന്തിനും ആയിരിക്കും. എന്തിനും പറഞ്ഞാൽ അവനോട് ദേഷ്യപ്പെടും. ഞാൻ എന്നിട്ട് പറയും ബേസിലെ പോയി പ്രാർത്ഥിക്കാൻ നോക്കാം, കുളിക്കാൻ നോക്കുന്നു. അവൻ കുളിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു മോനെ നീ കുളിക്ക് പോയെന്നാ എന്ന് പറയും. ദേഷ്യപ്പെട്ടു പറഞ്ഞാൽ അവൻ്റെ അടുത്ത് രക്ഷയില്ല. അവനെ മയത്തി കൊണ്ടുവരും മാത്രമേ രക്ഷയുള്ളൂ. ഇച്ചിരി പൊക്കി ഇടുകയാണെങ്കിൽ അതിലും നല്ലത്. ദേഷ്യപ്പെട്ടു പറഞ്ഞാൽ അവനൊന്നും ഇത് കേൾക്കില്ല. അഥവാ ചിലപ്പോഴേക്ക് എനിക്ക് ദേഷ്യം വരും. അന്നേരം അവൻ പിന്നെ ഓടി മുകളിലേക്ക് പോകും. പിന്നെ ആകെ പ്രാർത്ഥന തരികടിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയും മോനെ ഒന്ന് ഇറങ്ങി വാങ്ങി. പിന്നെ അന്നത്തെ ദിവസം ഒന്നും അവൻ പ്രാർത്ഥിക്കില്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സന്ധ്യാപ്രാർത്ഥന ക്ലിയർ ആയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടന്നില്ലെങ്കിൽ പിശാച് ഒന്നേന്ന് മുതൽ തുടങ്ങുക വീട്ടിൽ. പിന്നെ അത് ഞാൻ ശരിക്കും അനുഭവിച്ച. പപ്പ ഉണ്ടെങ്കിൽ എനിക്ക് അത്ര കുഴപ്പമില്ല. പപ്പ വൈകിട്ട് 5:30 പോയാൽ നേരം വെളുത്ത് 6:30 തന്നെ. പിന്നെ ആ ഒരു 2 ആഴ്ച 3 ആഴ്ച ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആ ഷിഫ്റ്റ് പോണേ. പപ്പ ഉണ്ടെങ്കിൽ പപ്പ അന്നേരം വിളിച്ച് അന്നേരം വേഗം ക്ലിയർ ആയിട്ട് പുള്ളിക്കാരും കാര്യങ്ങളെല്ലാം നടത്തിക്കോളും. പപ്പ അവിടെ ഉണ്ടല്ലോ, ചുമ്മാ തല്ലുകൊള്ളോണ്ടോ വെച്ചാൽ ഞാൻ പറഞ്ഞ അവൻ കേൾക്കത്തുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം 9-ല് അവൻ 10-ലേക്ക് ചോദിച്ചപ്പോൾ ഞാൻ ബ്രദറിൽ നിന്ന് വചനം മേടിച്ചുകൊണ്ട് പോയി. അവൻ പ്രാർത്ഥിക്കില്ലായിരുന്നു. ഞാൻ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു ദൈവം ഒരു 60% മാർക്കിങ്ങിന് അവന് കിട്ടുമോ എന്നുള്ളൊരു ഇതിലാണ്. പക്ഷെ ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചു. അവന് 89% മാർക്കും അവന് കിട്ടി. കന്നത് ഇതിക്ക് മുമ്പ് 1-2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും കുടുംബക്കാരൊത്താണ് പോയത്. അന്ന് ഞങ്ങൾ ശരിക്കും ഒരു വിനോദയാത്ര പോലെയാണ് പോയത്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, കടപ്പുറത്ത് പോകും, കുറേ മീനും അതിലൊക്കെ കഴിക്കും, ഫോട്ടോ എടുക്കും, കടലിലിറങ്ങും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ജോയ് ബ്രദറിൻ്റെ ക്ലാസ് ഒരു ധ്യാനം കൂടിയതിന് തുല്യമായിരുന്നു. അതേപോലെ കുരിശിൻ്റെ വഴിയും മറ്റേ കൊന്തയൊക്കെ എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഞാൻ 2-3 കാര്യം മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് വരുന്ന പ്രാവശ്യം ഇനിയും ഈ കൂട്ടായ്മയിലൂടെ പോകാൻ എനിക്ക് സാധിച്ചാൽ അപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നതായിരുന്നു. എനിക്ക് കുറേ അത്ഭുത സൗഖ്യങ്ങളൊക്കെ മാതാവ് പ്രാർത്ഥിച്ച് തന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ മെയിനായിട്ട് പറയുന്നത് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ്. അപ്പോൾ ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന് പ്രശ്നമുണ്ട്,
കൊച്ച് സംസാരിക്കില്ല, നടക്കില്ല. ജോയ് ബ്രദർ പപ്പ പറഞ്ഞു അന്ന് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ അപ്പം തന്നെ അവർ പറഞ്ഞു 25 ലക്ഷം രൂപ വേണം മറ്റേ വാൽവ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു, അല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടായില്ല. അപ്പം ഞാൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ എൻ്റെ മുമ്പിൽ വെച്ചെന്ന് പറഞ്ഞത് അപ്പം അമ്മ അവിടെ നിന്നൊരു വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിന് അത് മതി, പക്ഷേ 6 മാസത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറയും. അപ്പം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, എന്നെ ചികിത്സിക്കാൻ വീട് വിൽക്കണ്ട. അപ്പം നമ്മുടെ അന്ന് നമ്മൾ 13 വർഷം വാടകയ്ക്ക് കിടന്നു, റോട്ടിൽ കിടന്നിട്ടുണ്ട്. അപ്പന് കുടുംബത്തിനായാലും നമ്മൾ അവിടെ കിടത്തിയിട്ടൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ റോട്ടിലൊക്കെ കിടന്നില്ല. പാമ്പിൻ്റെ കടിയൊക്കെ കൊണ്ട് അങ്ങനെ പാമ്പ് പിടിക്കാൻ പോയി. അത് എൻ്റെ അമ്മ നല്ലോണം പ്രാർത്ഥിക്കണ ഒരു അമ്മയുടെ അമ്മ നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ എന്നും ഞങ്ങൾക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരും. എന്താ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തന്നമേ, ഞങ്ങൾക്കൊരു വീട് തന്നെ, ഭവനമില്ലാത്തവർക്ക് ഭവനം. പിന്നെ എൻ്റെ അപ്പം കള്ളു പിടിച്ച് അങ്ങനെ കുറേ പൈസ നശിപ്പിച്ചാണ് ഞങ്ങൾ 13 കൊല്ലം വാടകയ്ക്ക് കിടന്നിരുന്നു. അപ്പന് ചീട്ടുകളി ഉണ്ടായിരുന്നു, വെള്ളം കൂടി ഉണ്ടായിരുന്നു, സിഗരറ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സോയിസൈഡുമാരൊക്കെ പറഞ്ഞ പോലെ ഇഷ്ടംമാതിരി സിഗരറ്റ് എണ്ണമില്ലാത്തത്രയും വലിക്കും. എന്താ ഒരു ദിവസം പോലും ആള് ഒരു ദിവസം ഇപ്പം ഞാനിപ്പോൾ ഒരു ദിവസം പോയി മേടിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു പാക്കറ്റിന് 60 രൂപയല്ല. അപ്പോൾ ഒരു ദിവസം അത് വലിക്കാതെ നിർത്താണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയും, ഞാൻ ഇപ്പോൾ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാം ഇത് വന്ന് വലിച്ചതിന് ക്യാൻസർ വരും, അങ്ങനെ എന്നാലും കേൾക്കില്ല. അപ്പം അങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ കുറേ പൈസ പോയി. എന്നിട്ട് ലോണും KSF-യിൽ ചിട്ടി അങ്ങനെയൊക്കെ ഇട്ട് വീടൊക്കെ. പക്ഷെ അപ്പം പറയും ഞാൻ അഡ്വാൻസ് മേടിക്കണോണ്ട് ഞാനൊരു വീട് വെച്ചു, പിന്നെ എന്താ ഞാൻ വലിക്കണേനും കുടിക്കണേനും കുഴപ്പമൊന്നും ചോദിച്ചു. അപ്പം ഞങ്ങളൊന്നും പറയാൻ പറ്റും. പിന്നെ അമ്മേനെ തല്ലും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അപ്പൻ്റെ വീട്ടുകാരും ഒരു സഹായവും തരും. കാരണം ആൾക്കാർ പറയും അപ്പൻ കള്ളു പിടിച്ച് നടക്കണോണ്ട് ഒന്നും ചെയ്യില്ല എന്ന് പറയാം. എന്നിട്ട് ലാസ്റ്റ് അമ്മ കണ്ണീരോടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ നിർത്താൻ ഞങ്ങൾ വാടകയിൽ ഒരു റൂമിൽ തന്നെ 4 പേര് കിടന്ന് ഭക്ഷണം വയ്ക്കുകയും എല്ലാം നമുക്ക് ഒരു റൂമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു അതേനിപ്പോൾ ഈ ഓപ്പറേഷൻ്റെ കാര്യം വന്നപ്പോഴും അപ്പം കള്ളുകൂടി നിർത്തിയില്ല. ആ ഒരു മാസം മാത്രം കള്ളുകൂടി നിർത്തി. എന്നിട്ട് പിന്നെ അപ്പോൾ അന്ന് നമുക്കൊരു യൂട്യൂബ് ഒരു ചാരിറ്റി ഒക്കെ ചെയ്യണം. പള്ളിയിലൊക്കെ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വികാരിയച്ഛൻ പറഞ്ഞു നമ്മളിങ്ങനെ ഓൺലൈനിൽ വീഡിയോ ചെയ്തിടാം. അപ്പോൾ മറ്റുള്ളവർ അപ്പൻ്റെ വീട്ടുകാർ സഹായിച്ചില്ല. അപ്പൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമായ സ്ഥലവും ഒക്കെ ഉണ്ടായിട്ടും അന്ന് അവരും ഒന്നും ചെയ്തൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ ആദ്യം ചോദിച്ചത് അപ്പൻ്റെ എന്നിട്ട് അവരൊരു പൈസ ഒന്നും ചെയ്തൊന്നുമില്ല, ഒരു വാക്ക് പോലും അവർ പറഞ്ഞില്ല. എന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടൊരവസ്ഥ. അപ്പോൾ നമ്മൾ വീട് വിറ്റ് എന്നെ ചികിത്സിക്കണം. കാരണം 13 അങ്ങനെ പറഞ്ഞപ്പോൾ ആ ചേട്ടനെ വിളിച്ച് വീഡിയോ ചെയ്ത് ഒരു 20 അന്നൊക്കെ ഞാൻ ഈശോനെ അറിഞ്ഞൊരു സമയമായിരുന്നു. കാരണം ശുശ്രൂഷയ്ക്ക് പോയി കൊണ്ട് പിന്നെ 2 വർഷമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഈശോയുടെ ഇങ്ങനെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനത്തിന് പോയി. എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനത്തിനും ഇങ്ങനെ ശരിക്കും കറിഞ്ഞു. എന്നിട്ട് 20 ദിവസം ആയപ്പോഴേക്കും സാധാരണ ഒരു മനുഷ്യന് അപ്പോൾ ആ യൂട്യൂബർ തന്നെ പറയാറുണ്ട് സാധാരണ ഇത്രയും ലക്ഷം എന്ന് പറഞ്ഞാൽ 1 മാസം പോലും ആയാലും കിട്ടൂല. പക്ഷെ 20 ദിവസം കൊണ്ട് 25-50 ലക്ഷം രൂപ കിട്ടിയായിരുന്നു. അത് തന്നെ അപ്പം തന്നെ ഞങ്ങൾ വേഗം സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞപ്പോൾ ചെന്നൈയിലാണ് സർജറി എടുത്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സർജറിയുടെ ദിവസം ഒരു അത്ഭുതം നടന്നത് സാധാരണ ഏറ്റവും വലിയ റിസ്ക്കുള്ള സർജറിയാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ വരെ ഞെട്ടിപ്പോയി. അന്ന് ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൂട്ടായ്മയിലൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു, അങ്ങനെ റിസ്ക്കുള്ള സർജറിയാണ്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ 2 ദിവസം കഴിഞ്ഞാണ് സാധാരണ വെന്റിലേറ്ററിൽ ഒരു ദിവസം ഫുള്ള് കിടക്കാറുണ്ട്. പക്ഷെ അന്ന് 3 മണിക്കൂർ വെന്റിലേറ്ററിൽ കിടന്നു. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അവർ വെള്ളം തന്നു. സാധാരണ ഒരു ദിവസം കഴിഞ്ഞ് വെള്ളം കുടിക്കാറും അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് ഇത് എന്തോ വലിയ അത്ഭുതം അവിടെ നടന്നിട്ടുണ്ട്. കാരണം സൗദി അറേബ്യയിലും കൊറിയയിലും വരെ പ്രാർത്ഥന പോയി. പിന്നെ നമ്മുടെ നാടുകളിൽ മൊത്തം പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ട് ഇങ്ങനെ എനിക്ക്. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു.
ഡോക്ടർ സാധാരണ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ആള് ഭയങ്കര ഇതായിട്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ റൂമിലേക്ക് മാറ്റാൻ പറഞ്ഞു. ഭജനത്തിൽ പറയുന്നത് സങ്കീർത്തനം 107:20 പറയുന്നുണ്ട്, വചനം വായിച്ചാലെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്നും വിടുവിച്ചു. എല്ലാ ആഴ്ചയിലും സംസാരിച്ച് ഇങ്ങനെ അപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ കളിയാക്കും. എന്താ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പറയും എനിക്ക് ഭ്രാന്താണ്, അങ്ങനെ പറഞ്ഞ് കളിയാക്കും. അവരിങ്ങനെ കളിയാക്കി കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് കിട്ടണ നേരം എനിക്ക് കിട്ടും, അവർക്ക് കിട്ടൂല എന്നിങ്ങനെ പറയും. അപ്പം അങ്ങനെ കഴിഞ്ഞപ്പോൾ എന്താ അവർ വൈകുന്നേരം തന്നെ ഒരു 6 മണിയായപ്പോൾ റൂമിലേക്ക് മാറ്റി. അന്ന് തന്നെ ഞാൻ കാലും മടക്കുകയും ചെയ്തു, എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ ഒരു ചെന്നൈയിൽ തന്നെ ഒരു വീടെടുത്തു. ചെന്നൈയിൽ തന്നെ ഒരു വീടെടുത്ത് താമസിച്ചു. കാരണം എനിക്ക് പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻസ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ കാരണം 1 മാസം അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ 1 മാസം താമസിച്ച് അപ്പൻ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോഴൊന്ന് അപ്പൻ വെള്ളം കുടിക്കായിരുന്നു. സർജറി അത് മാത്രം വെള്ളം കുടിച്ചില്ല. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി പിന്നെയും അവിടെ ബാർ അന്വേഷിച്ച് ഇങ്ങനെ അങ്ങനെ മേടിക്കാൻ പോയി. സിഗരറ്റും വലിച്ചു വന്നു. പക്ഷെ എന്നാലും എൻ്റെ അമ്മ ഒന്നും പറഞ്ഞില്ല, തിരിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വീട് അങ്ങനെ ആ വീട് അവിടെ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് കുറേ പേര് ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നമ്മളെ ഫോൺ വിളിച്ചു എന്നിട്ട് അവിടെ വീടൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ എല്ലാം നമ്മൾ ഇത് ചെയ്തു. എന്നിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നിർത്താണ്ട് രാത്രി ഫുള്ളും പനിച്ചു. ഒരു രാവിലെ ഒന്നും പനിക്കില്ല, പക്ഷെ രാത്രി കഴിയുമ്പോൾ ഒരു 102, 104 ഒക്കെ 105ൻ്റെ മുകളിലൊക്കെ പനി വന്നു തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 2 ദിവസം വിചാരിച്ചു സാധാ പനിയാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സാധാ പനിയാണ്. അപ്പം നമ്മൾ പാരസെറ്റമോൾ കഴിച്ച് അപ്പം ഞാൻ അമ്മ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വെച്ചപ്പോൾ പാരസെറ്റമോൾ 3 നേരം കൊടുത്തു വെക്കുമെന്ന് പറഞ്ഞു. അതും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഛർദ്ദൽ തുടങ്ങി, പിന്നെയും പനി നിൽക്കണേണ്ടായില്ല. എന്നിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, എന്താ ടെസ്റ്റ് ചെയ്തിട്ട് ആർക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് 2 ദിവസം അവർ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക് തന്നു. അത് കഴിഞ്ഞ് ബ്ലഡ് കൾച്ചറിന് കൊടുത്തു, ഇത് ചെയ്തു. അപ്പോൾ ഒരു എന്താ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട് അത് പല്ലിലൂടെയാണ് വന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഒരു 10 ദിവസം കിടന്നു. പക്ഷെ ഒരു 5ാമത്തെ ദിവസം കഴിയുമ്പോൾ പപ്പ വിളിച്ചായിരുന്നു. അങ്ങനെ നമ്പർ കിട്ടി, ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ടു. കാരണം ക്രിട്ടിക്കലാണ് അങ്ങനെ മെസ്സേജ് ഇട്ടു. കാരണം 7 നേരം ആൻറ്റിബയോട്ടിക് തന്നെ കാരണം ഫുൾ ടൈം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ. വെള്ളം കാണുമ്പോഴേക്കും ഛർദ്ദിക്ക് കുടിക്കാനും പറ്റൂല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പപ്പ വിളിച്ച് വന്നിട്ട് വീഡിയോ കോളിൽ പ്രാർത്ഥിച്ച് ആ വെള്ളം കുടിക്കാൻ പറഞ്ഞു. കുടിച്ച് ആദ്യം കുടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഛർദ്ദിക്കുമെന്നും പറഞ്ഞ് ഞാൻ കുടിച്ചില്ല. എന്നിട്ട് ഇങ്ങനെ പപ്പയും അമ്മയൊക്കെ എൻ്റെ അമ്മയൊക്കെ നിർബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു കുടിക്കുക, ഈശോയുടെ നാമത്തിൽ കുടിക്കുന്നതൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നാരങ്ങളും എന്നിട്ട് നാരങ്ങളും കുടിച്ച് കഴിഞ്ഞ് എനിക്ക് പിന്നെ തുടങ്ങി ഞാൻ ഛർദ്ദിച്ചിട്ടില്ല. എന്നിട്ട് പപ്പ പറഞ്ഞു ഞാൻ മാതാവും മെസ്സേജ് അയച്ചോ ജോയ് ബ്രദറിന് പക്ഷെ എൻ്റെ പപ്പാന്ന് വിളിക്കാനായിരുന്നു. അപ്പം എന്നിട്ട് പപ്പ പറഞ്ഞു എന്താ ഞാൻ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൂടി നിന്നപ്പോൾ മാതാവ് ഇങ്ങനെ സ്വന്തം മോളെ പോലെ ഏറ്റെടുത്ത് മാതാവിൻ്റെ നടയിൽ കൊണ്ട്. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 18 വർഷത്തിന് ശേഷം ഞാൻ വേണ്ട. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു 5ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം എൻ്റെ അപ്പം ഞങ്ങൾ 40 ദിവസം ഞങ്ങളുടെ ഇടവകയെന്ന് വന്ന് എന്നിട്ട് 40 ദിവസം അപ്പം നോയമ്പൊക്കെ എടുത്തു. പക്ഷെ 40ാമത്തെ ദിവസം പള്ളിയിൽ പോകേണ്ട ദിവസമായപ്പോൾ അപ്പം നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് അടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇവിടെ വന്നു. എന്നിട്ട് ഞാനൊക്കെ മാറ്റിയായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര സങ്കടം. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരില്ലാന്ന് പറഞ്ഞു. അപ്പനിങ്ങനെ കത്ത് പിടിച്ച് അപ്പൻ്റെ അടുത്ത് എനിക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. കാരണം അപ്പൻ എവിടെ പോയാലും പറഞ്ഞു. പിന്നെ ഞാനും എൻ്റെ അനിയനും പറയും ഞങ്ങളുടെ അപ്പൻ്റെ കൂടെ വരില്ല, അങ്ങോട്ട് കൂടെ ആണെങ്കിൽ അവിടെ തന്നെ വരാമെന്ന് പറയും. എന്നിട്ട് അപ്പം പറയും വനിക്കാന്ന് പറയും. അപ്പം അപ്പുറത്തേക്കാണ് പോവാറ്. എന്നിട്ട് അതിൽ പിന്നെ ഞാൻ വന്നിട്ടില്ല. പിന്നെ വന്നത് പപ്പ ഇങ്ങനെ നിയോഗം സ്വന്തം മോളെ
പിടിച്ചത്. പക്ഷെ ആ കുരിശ് പിടിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഇങ്ങനെ വന്നതിനിപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം. പിന്നെ എനിക്ക് കരയേണ്ട വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അന്ന് തുടങ്ങി ഈശോയോട് പറഞ്ഞു ഇനി ഞാൻ കരയില്ല, ഞാൻ ഒരു മനുഷ്യരുടെ മുമ്പിൽ ഞാൻ കരയില്ല, നിന്റെ മുമ്പിൽ മാത്രമേ കരയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാൻ അപ്പം എൻ്റെ അടുത്ത് പറയും ഈ കഴിഞ്ഞ ദിവസം അപ്പന് അങ്ങനെ അനുഗ്രഹങ്ങൾ കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം അപ്പന് ഒരു ജൂൺ 9-ാം തീയതി ഒക്കെ ആയപ്പോൾ അപ്പന് പനി വന്നു കഴിഞ്ഞപ്പോൾ അപ്പം നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നു 2 ആഴ്ച വരെ സാധാരണ പനിയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് രാത്രി ആയപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നിർത്താണ്ട് മൂത്രം പോവുകയും ചെയ്തു. ആള് 2 പ്രാവശ്യം വീഴുകയും ചെയ്തു. അപ്പൊ ഒരു വെളുപ്പിന് 4 മണി ഇപ്പൊ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ നേരെ ICUലേക്ക് കയറ്റി, കാഷ്വാലിറ്റി കയറ്റിയപ്പോൾ അവർ പറഞ്ഞു ICU കയറണം. അപ്പം നെഞ്ചുവേദന എടുത്തായിരുന്നു. അപ്പോൾ പറഞ്ഞു എന്താ ഇപ്പം ടെസ്റ്റ് ചെയ്തേന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാ ടെസ്റ്റും നടത്തി. അപ്പോൾ പറഞ്ഞു ഡെങ്കിപ്പനിയാണ്, ഒന്ന് മഴയുടെ സമയമായിരുന്നു അവിടെ. അപ്പോൾ ഡെങ്കിപ്പനിയാണ്, ഒന്നും ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് പനി എന്തെങ്കിലും കുറയണില്ല. എന്നിട്ട് 2 അറ്റാക്ക് കഴിഞ്ഞെന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു പൈസ ഇല്ലാത്തൊരു സമയത്ത് നമ്മളിനി എന്ത് ചെയ്യും എന്ന് നമുക്ക് ആദ്യം വിചാരിച്ച ഏറ്റവും അടുത്തുള്ള ആശുപത്രി അതാണ്. കാരണം മെല്ലത്തിൽ പോകാനായിട്ട് അങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാത്തിലും പോകാറില്ല. അത് കഴിഞ്ഞപ്പം പിന്നെ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പം എല്ലാ ബന്ധുക്കാരും വന്ന് എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. രാത്രി ഒരു 2 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴൊന്നും ഞാനിത് അറിഞ്ഞിട്ടുണ്ടായില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. ആംബുലൻസിൽ ഭയങ്കര സ്പീഡിൽ കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ LECയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്താ അവർ നേരെ ICUലേക്ക് കയറ്റി. അവർ ECG ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ബ്ലോക്ക് മാത്രമേ ഉള്ളൂ, അറ്റാക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആൾക്ക് പെട്ടെന്ന് പനി കൂടുതലായതുകൊണ്ട് ലങ്സിനകത്ത് ന്യൂമോണിയ വന്നു. ന്യൂമോണിയ വന്നതിന് ശേഷം ആൾ പിന്നെയും ഡൗണായി തുടങ്ങി, ഒന്നും ഒരു ഇതല്ലാണ്ട് ആയി തുടങ്ങി. ഇപ്പം ഡോക്ടർ പറഞ്ഞു നമ്മൾ ന്യൂമോണിയ പനി കുറഞ്ഞു കഴിഞ്ഞാലാണ് ന്യൂമോണിയയുടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവരെല്ലാ ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ അപ്പൻ്റെ കിഡ്നി അടിച്ചു പോയി, ലിവർ പോയി, അങ്ങനെ എല്ലാ അവയവങ്ങളും നിലച്ചു. അപ്പോൾ ആകെ ഹാർട്ടിൻ്റെ 30% കമ്പനി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇവർ പറയുന്നത് 2 ദിവസം കഴിഞ്ഞാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞു അപ്പോൾ അതിനപ്പം എല്ലാ ബന്ധുക്കാരും നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പറഞ്ഞു. അപ്പോൾ ആദ്യം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആള് പോവാറായി എന്ന് പറഞ്ഞു. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കാണിച്ചിട്ടുണ്ടായില്ല, ഞാൻ അന്ന് പരീക്ഷയുടെ സമയമായിരുന്നു, അന്ന് എന്നെ കാണിച്ചിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ബന്ധുക്കാർ പറഞ്ഞു അപ്പനെ കാണണം സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയണത് അപ്പൻ പോവാറായി, ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ സാധാരണ ഒരാൾ മരിക്കാറായി എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും കാണാൻ വരും. അപ്പോൾ ഇവരെന്നോടൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് കാണാൻ വന്നതായിരിക്കും. പക്ഷെ നമ്മൾ മറ്റേ കൊച്ചല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായി. അന്ന് ഞാൻ പറഞ്ഞു ഇവരെന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ആരോടൊന്നും സംസാരിച്ചില്ല. നേരെ ഞാൻ പപ്പേനെ വിളിച്ചു. പിന്നെ ഞാൻ സ്കൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്ന അവിടുത്തെ കോർഡിനേറ്ററിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പപ്പഴത്തൊരു അവരോട് ഞാൻ ഇവർ 2 പേരുടെ മാത്രമേ വിളിച്ചോളൂ. പിന്നെ ഒരു ചേട്ടായി പുറത്താണ് വർക്കാൻ, അപ്പൻ്റെ ചേട്ടൻ്റെ മോൻ. അപ്പം വേറെ ആരും ഞാൻ വിളിച്ചു, ഇവരെ 3 പേരെ ഞാൻ വിളിച്ചോളൂ. കാരണം മറ്റുള്ളവരെ വിളിച്ചിട്ടൊരു കാര്യമില്ല, അവർ കുറ്റം മാത്രമേ പറയുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ വിളിച്ചോളാം. എന്നിട്ട് അപ്പം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മെസ്സേജ് കിട്ടി. പിന്നെ ആ ബ്രദറിനും മെസ്സേജ് കോർഡിനേറ്ററിനും മെസ്സേജ് കിട്ടി. എന്താ ആത്മാവിനെ സമർപ്പിച്ച് അപ്പൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നത്തെ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു, അന്തോണീസ് പുണ്യാളൻ്റെ തിരുനാളിൻ്റെ ദിവസം. അന്ന് തലേ ദിവസം അപ്പനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം എല്ലാവരും പറയുന്നത് അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ട്, എങ്ങനെ രോഗിലേപനം കൊടുക്കാനായിട്ട് അച്ഛനെ വിളിക്കാൻ പറ്റും. എനിക്കൊരു പേടി, കാരണം ഇനിയിപ്പം അമ്മേനെ അറിയില്ല ഞാൻ എന്ത് ചെയ്യും. ഇവരാരും
ഞാനൊരു തീരുമാനം എടുക്കും, മനുഷ്യരുടെ മുമ്പിൽ അറിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ചിരിച്ച് അത് കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പരീക്ഷയുടെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ പരീക്ഷയുടെ എന്തെങ്കിലും പഠിക്കാനും പറ്റണില്ല, ഒന്നും കിട്ടണമെന്നിട്ട് എന്താ എല്ലാവരും എന്നെ കളിയാക്കല എന്നെ ചീത്ത പറഞ്ഞിട്ട്. കാരണം അപ്പൻ ഇത്രയും കൂടുതലായിട്ട് നീ എന്തിനെ അപ്പോഴാണ് ഞാനൊരു കാര്യമുണ്ട്, എന്നെ രക്ഷിച്ച ഈശോയ്ക്ക് എന്തുകൊണ്ട് എൻ്റെ അപ്പനെ രക്ഷിച്ചുകൂടാന്ന് ഞാൻ ആലോചിച്ചു. അപ്പം ഇനി ഈശോ അപ്പനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഒറ്റ കാര്യം പഠിച്ചത്, ഇപ്പം ഞങ്ങൾക്ക് അപ്പനായിട്ടൊന്ന് വീട്ടിൽ ഇരുന്നാൽ മതി, കാരണം എങ്ങനെയായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നെ രക്ഷിച്ച ഈശോയ്ക്ക് അപ്പനെ ഉയർപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ അന്ന് ആലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ, ദിവ്യകാരണത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഒന്നുകൂടി പറഞ്ഞു, പിന്നെയും കൂടുതലായി വേഗം. അപ്പം വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ പറഞ്ഞു, പന്തലൊക്കെ റെഡിയാക്കി പോകണമെന്ന് പറഞ്ഞു. അപ്പം ആൾക്കാരൊക്കെ വീടൊക്കെ വന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുക. അന്ന് അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടില്ല. അപ്പം അവർ പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ ഏച്ചി പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എന്തിനാ മറിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സിസ്റ്റർ ഏച്ചിന് മാത്രമേ വിശ്വാസമുള്ളൂ, കാരണം ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊടുത്തത് സിസ്റ്റർ ഏച്ചി. അപ്പം സിസ്റ്റർ ഏച്ചി ഒരിക്കലും കള്ളം പറയില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പം ഞാൻ പിന്നെ സിസ്റ്റർ ഏച്ചിയോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് വെച്ചു. അപ്പോഴാണ് സിസ്റ്റർ ഏച്ചി പറഞ്ഞു, അപ്പൻ്റെ എല്ലാ വയറിനും പോയി, അപ്പം പോവാറായി എന്ന് പറഞ്ഞു. പിന്നെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈശോയോട് ശരിക്കും പ്രാർത്ഥിക്കും, നിനക്ക് ധൈര്യം തരാൻ വേണ്ടി, കാരണം നീ ആ സമയത്ത് ഇറങ്ങാൻ ഇനി നിന്നെയും കൂടി കിടത്തേണ്ടി വരും, അതുകൊണ്ട് നീ ധൈര്യം തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിനക്ക് ധൈര്യം കിട്ടാനും അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ കുർബാനയ്ക്ക് പൈസയൊക്കെ കൊടുത്ത് അച്ഛൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ്. അപ്പോൾ അച്ഛൻ തലയിൽ പ്രസ് ചെയ്തിട്ടൊരു വിഷമിക്കണ്ട, എല്ലാം ഈശോ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് മാത്സിൻ്റെ ഞാൻ ടെസ്റ്റ് ഫെയിലായിരുന്നു, കാരണം കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് ഫെയിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ സമയത്തുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ സേ എഴുതേണ്ട സമയമായിരുന്നു. അപ്പോൾ അപ്പനിങ്ങനെ കൂടുതലായത് എക്സാമിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റാണ്ടായിരുന്നു. ഇപ്പോൾ സിസ്റ്റർ ഏച്ചി കുറച്ച് നേരം പള്ളിയിൽ പോയിരിക്കും. അപ്പോൾ പള്ളിയിൽ പോയിരുന്നതിന് എനിക്കൊരു സമാധാനം. അപ്പോൾ എൻ്റെ അപ്പൻ്റെ വീട്ടുകാരുടെ അടുത്താണ് ഞാൻ നിന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ രാവിലെ 6:15 കുർബാനയ്ക്ക് പോയി. ഒരു 8:30 വരെ ഞാൻ പള്ളിയിലിരുന്നു. എന്നിട്ട് മാതാവിൻ്റെ മുമ്പിൽ ഞാൻ സ്വന്തം ഇങ്ങനെ അന്ന് ചൊവ്വാഴ്ചത്തെ ദുഃഖത്തിൻ്റെ രഹസ്യം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, നീ എന്നെ പറ്റിക്കരുത്, ഇനി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ നീ എന്നെ പറ്റിക്കരുത്, നിന്നെ വിശ്വസിച്ചാൽ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പക്ഷെ തൊണ്ടയിൽ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര എന്തൊരു കുളിര് കയറണ പോലത്തെ ഒരു 3ാമത്തെ ദിവസം എത്തിയപ്പോൾ എനിക്ക് വല്ലാത്ത കുളിര്. അപ്പം ഞാൻ പുറത്ത് നോക്കിയപ്പോൾ കാറ്റൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ വല്ലാതെ എന്നിട്ട് ഞാൻ പിന്നെയും കൊന്തയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പനെ റൂമിലേക്ക് മാറ്റി, ഇപ്പം അപ്പനെ ഓക്സിജൻ മാത്രം വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈശോ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി. ഇനി പിന്നെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണ്ടായില്ല. +2 കഴിഞ്ഞ് ഇനി എന്തിനാ പോണേ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, പപ്പേനെ വിളിച്ച് പറഞ്ഞു. പിന്നെ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു കാര്യം, അപ്പോഴാണ് പപ്പ എന്നെ ഓർമ്മിപ്പിച്ചത്, എന്താ നീ അന്ന് ഹോസ്പിറ്റൽ കിടക്കയിൽ ഒരു കാര്യം നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, അന്ന് ഞാൻ എന്നെ ഉയർപ്പിച്ച ഈശോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കൊടുക്കാമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് ഞാൻ അന്ന് മറന്നു നടക്കാറുണ്ട് ആ സംഭവം. എന്നിട്ട് ഞാൻ പപ്പനെ പപ്പ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം അതിനുള്ള വഴി തരുമെന്ന് പറഞ്ഞു. ഈ യാത്രയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി. അങ്ങനെ രാവിലെ 1:30 ഇതിനകത്ത് ചെയ്തപ്പോൾ 4 പേർക്ക് തീരുമാനം എടുത്തു. അപ്പം ഞാൻ കുർബാനയിൽ കരുതാൻ നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പം ഇന്നലെ ഞാൻ കുരിശിൻ്റെ വഴിയിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചത്, ഇത്രയും പീഡാസഹനം സഹിച്ച് ഈശോ കുരിശിൽ എത്ര പ്രാവശ്യം എന്നാലും ഒരു ചെയ്തില്ലെന്ന് വെച്ചാൽ നമുക്കും അത്രയൊക്കെ ചെയ്യാൻ പറ്റണമെന്ന് വിചാരിച്ച് ഞാൻ കൈ മുട്ടാണ്ട് 14 സ്ഥലവും മാതാക്കളവും നടന്നു. അപ്പോഴൊക്കെ എനിക്ക് വേദന കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു, എന്താ ഇനിയും എനിക്ക് വേദന എടുത്താലും സാധിച്ചാലും വിചാരിച്ച് ഞാൻ അങ്ങനെ നടന്നു കഴിഞ്ഞ് കുറേ നേരം മാതാക്കുളത്തിൻ്റെ അവിടെ കുറേ നേരം കരഞ്ഞു. കാരണം ഇനി എന്താ എനിക്ക് ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല.
കരഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സുവിശേഷത്തിന്റെ സമയത്ത് തീരുമാനം എടുക്കാൻ പറ്റി. അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അങ്ങനെ ഞാൻ തീരുമാനിച്ചു. ഈശോയ്ക്ക് വേണ്ടി സിസ്റ്റർ ചേച്ചി ജീവിതം കൊടുത്ത പോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊടുക്കാൻ. കാരണം ഈശോ ഇത്രയും എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് വെറുതെ പോകുന്നുള്ളൊരു തീരുമാനം ഉണ്ടാകും. അങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ ആലോചിച്ചു. പക്ഷെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച്